ഭരണം ഒരു കലയാണെന്നും ആ കലയുടെ ഉസ്താദാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും മന്ത്രി വി.എൻ. വാസവൻ. നവകേരള യാത്രയുടെ വൻ വിജയത്തിൽ പ്രതിപക്ഷത്തിന് അസഹിഷ്ണുതയാണ്. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധ പ്രകടനങ്ങളിൽ കാണുന്നതെന്നും മന്ത്രി അമൃത വാർത്തകളോട് പറഞ്ഞു. നവകേരള യാത്ര ഇപ്പോൾ തലസ്ഥാന ജില്ലയിലേക്ക് ഇന്ന് കടക്കുകയാണ്, ജില്ലയ്ക്ക് അകത്തേക്ക്. അപ്പോൾ രാവിലെ ആറ്റിങ്ങലാണ് മന്ത്രിമാരുടെ പ്രഭാത ഭക്ഷണവും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയുമൊക്കെ. അതിനുശേഷം ഇത് കഴിഞ്ഞാണ് മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ മന്ത്രിമാരൊക്കെ രാവിലെ പ്രഭാത യാത്രയ്ക്കായി ഇങ്ങനെ ആറ്റിങ്ങൽ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ മന്ത്രി വി.എൻ. വാസവൻ നമ്മോടൊപ്പം ചേരുകയാണ്. പിന്നെ ഈ യാത്ര ഏകദേശം 1 മാസത്തോളം പിന്നിട്ടു. ഇത് പുതിയൊരു അനുഭവമാണ്. സർക്കാരിനായാലും ജനങ്ങൾക്കായാലും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഏകദേശം 1 മാസം പിന്നിട്ട് വീണ്ടും തലസ്ഥാനത്ത് എത്തിയപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താണ് മനസ്സിലായത്? നാളിതുവരെ നമ്മുടെ കേരള ചരിത്രത്തിലോ ഇന്ത്യ ചരിത്രത്തിലോ ലോക ചരിത്രത്തിലോ ഒരു മന്ത്രിസഭയാകെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും എത്തി ജനങ്ങളെ കണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി ജനങ്ങളോട് സംവദിച്ച് ജനങ്ങളെ പരാതികളും നിവേദനങ്ങളും കേട്ടുവന്ന അനുഭവം ഇല്ല. ഇതൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന സംഭവം. കേരളം എല്ലാ കാലഘട്ടത്തും പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ഒരുപക്ഷെ ഭാരതത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സംസ്ഥാനം, അതുപോലെ ലാൻഡ് റിഫോംസ് ആക്ട് വന്ന സംസ്ഥാനം, മുന്നണി രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം, അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്തിയ സംസ്ഥാനം, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം, അതുപോലെ ക്ഷേമ പെൻഷനുകൾക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം, സമ്പൂർണ്ണമായി ഭവന നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം, അതുപോലെ ഏറ്റവും അവസാനമായി ഇപ്പോൾ അതിദാരിദ്ര്യത്തിലില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നു. മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ്. അതാണ് നവകേരളം. അപ്പോൾ അങ്ങനെ പല പരീക്ഷണങ്ങളും വിജയം കൈവരിച്ച ഇന്ത്യൻ ജനാധിപത്യത്തിനും ലോക ഭരണക്രമത്തിനും വലിയ സംഭാവന നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് ഈ കേരളം. അവിടെ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചതാണ് നവകേരള സദസ്സ്. ഞങ്ങൾ ഈ 1 മാസക്കാലത്തിലേറെ നാനാ തരത്തിലുള്ള ജനവിഭാഗങ്ങളുമായി സംവദിച്ചും പ്രഭാത കൂട്ടായ്മയിൽ പങ്കെടുത്തും അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കേട്ടും സൃഷ്ടിപരമായ വിമർശനങ്ങൾ ആസ്വദിച്ചും അത് പരിഹരിക്കാനാവശ്യമായ തീരുമാനങ്ങളെടുത്തുമെല്ലാം മുന്നോട്ട് വന്ന അനുഭവങ്ങൾ പൊതുജീവിതത്തിലെ മറക്കാനാവാത്ത ആവേശകരമായൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്രതിപക്ഷം വലിയൊരു വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ട് പല രീതിയിൽ. തുടക്കം മുതൽ തന്നെ ഈ ഒരു നവകേരള യാത്രയുണ്ട് എന്താണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റിസൾട്ട് കിട്ടാതെ പോകുന്നുണ്ടോ? കൂടുതൽ രാഷ്ട്രീയം പറയേണ്ടി വരുന്നു. പ്രതിപക്ഷവും ഒരു ഭാഗത്ത്, ഗവർണർ വേറൊരു ഭാഗത്ത്, അങ്ങനെ ഇതിൻ്റെ ഒരു ശോഭ കെട്ടുപോയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ഓരോ നവകേരള സദസ്സിലും ഇരമ്പിയാർത്ത് വരുന്ന ആബാലവൃത്തം ജനങ്ങളുടെ ആവേശകരമായ പ്രതികരണങ്ങൾ. അത് ഒന്നിനൊന്നിന് ഏതാണ് മെച്ചമെന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലാണ് ജനപങ്കാളിത്തം. അപ്പോൾ അതിൻ്റെ ശോഭയൊട്ടും കെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അത് നല്ല രൂപത്തിൽ മുന്നേറുന്നതിൻ്റെ വിഷമങ്ങളാണ് കുശുമ്പിൻ്റെ ഭാഗത്ത് മറ്റു രൂപത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായി വരുന്നതാ, സംശയം വേണ്ട. അല്ലെങ്കിൽ അവർക്ക് കൂടി ഇതിനെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. തന്നെ മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചത് എല്ലാവർക്കും ചേർന്നിൽ പോവാം. എന്തുകൊണ്ട് പ്രതിപക്ഷം മാറി? അവർക്കൂടെ പറയാനുള്ളത് കേൾക്കാനും അവർക്ക് വിമർശനം ഉണ്ടെങ്കിൽ ഉന്നയിക്കാനും എല്ലാ അവസരം കൊടുത്തല്ലേ. യഥാർത്ഥത്തിൽ അവർ ബഹിഷ്കരണത്തിലേക്ക് വന്നത് ജനങ്ങളെ ബഹിഷ്കരിക്കുന്നതിന് സമാനമായി. സോ ആ ഘട്ടത്തിൽ ജനങ്ങൾ കുറെ കൂടി വാശിയോടുകൂടി ഇതിനോട് സഹകരിക്കുന്ന സാഹചര്യം വന്നു. അതാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ അനുഭവം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഗവർണറും SFI യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ഗവർണറുമായിട്ടുള്ളൊരു വിഷയവും വലിയ രീതിയിൽ തന്നെ തർക്കവും വാദപ്രതിവാദവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസുമായി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടയിലുണ്ടായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു. പ്രതിപക്ഷ നേതാവ് നേരിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നൊരു സാഹചര്യം. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ഭീരു എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ പ്രവർത്തകരെ പോലീസിൻ്റെ ഒരു ഗുണ്ടായുസം കാണിക്കുന്നു. പോലീസിനെ കയറൂരി വിട്ട് ഈ രീതിയിലാണ് മുന്നോട്ട് പോകാനാണെങ്കിൽ നല്ല രീതിയിൽ മറുപടി പറയാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നൊരു ഭീഷണിയുടെ സ്വരമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ അപക്വമായ സമീപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ
നിരപരാധികളെ തെരുവിലിറക്കി ഈ പണി നടത്തുന്നത്. എന്താണ് അവരുടെ ഡിമാൻഡ്? അവരുടെ സമരത്തിന് എന്തെങ്കിലും മുദ്രാവാക്യമുണ്ടോ? ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ഓടി വരുന്ന വണ്ടിയുടെ മുമ്പിൽ ഏതെങ്കിലും തരത്തിലൊരു കൊടിയുടെ നിറമോ അല്ലെ മറ്റേതെങ്കിലും തരത്തിലുള്ള അവരുടെ മുദ്രാവാക്യങ്ങളോ ഉയർത്തിക്കൊണ്ട് സമരത്തിന് വരുന്നില്ല. മറിച്ച് ഒരു കരിങ്കടിയായിട്ട് ഒരാൾ ചാടുന്നു. അയാൾ ടെററിസ്റ്റാണോ ഇല്ലെന്ന് അറിയാൻ നോക്കൂ. സ്വാഭാവികമായി സെക്യൂരിറ്റിക്കാരെ വരെ പിടികൂടും. അതിനെതിരെ പിന്നെ പ്രതിഷേധിച്ച് ഒരു കാരണമുണ്ടാക്കി നിങ്ങൾ ഇന്നലെ കണ്ടു. വലിയ കമ്പും മുളവടിയും കമ്പിവടിയും കല്ലും കുഴിയുമൊക്കെ എന്ന് പോലീസിനെ ആക്രമിക്കുന്ന രംഗം എത്ര ഭീകരമായിരുന്നു! എന്തിനാണ്? നിയമസമാധാനം തകർന്നു വരുത്താനും കേരളത്തിൽ കലാപം ഉണ്ടാക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന്. അത് അസ്വസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന ജനം ഇരമ്പിയാർത്തി നവകേരള സദസ്സിനെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ അവർക്കുണ്ടായ മാനസിക വിഷമത്തിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാണ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് പുറത്തുകൊണ്ടിരിച്ചത്. അത് പ്രതിപക്ഷ നേതാവാണ് യഥാർത്ഥത്തിൽ സമാധാനം പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഭീരു എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. അദ്ദേഹം എത്രയോ ഘട്ടങ്ങളിൽ പോലീസിൻ്റെ അതിഭീകരമായ മർദ്ദനങ്ങളും ഗുണ്ടകളുടെ ആക്രമണങ്ങളും വലിയ രൂപത്തിലുള്ള അദ്ദേഹത്തിനെതിരെയുള്ള പീഡനങ്ങളും എല്ലാം അനുഭവിച്ചു വന്ന, ഒരുപക്ഷെ ഇത്രയധികം ത്യാഗം സഹിച്ചും വെല്ലുവിളി നേരിട്ടും അതിനെ അതിജീവിച്ചും മുന്നോട്ട് വന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാവില്ല. അത്രത്തോളം കൊടിയ മർദ്ദനങ്ങൾക്കും വെല്ലുവിളികൾക്കും പല രൂപത്തിലുള്ള ആക്രമണങ്ങൾക്കും വിധേയനായി. അത് മാധ്യമങ്ങളുടെ ആക്രമണമായിരുന്നാലും ഗുണ്ടകളുടെ ആക്രമണമായിരുന്നാലും പോലീസിൻ്റെതായിരുന്നാലും ഏതെല്ലാം തരത്തിൽ അനുഭവിച്ച് അതിനെല്ലാം തൃണവൽഗണിച്ച് സമയത്തതയോടെ സഹിഷ്ണുതയോടെ സംയമനത്തോടെ ഒരു ജനതയുടെ നേതൃത്വനിരയിലേക്ക് ഉയർന്ന് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരാധ്യനായ ഒരു കഥാപാത്രമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറി. ഭരണരംഗത്ത് അഡ്മിനിസ്ട്രേഷൻ ഒരു കലയാണ്. ആ കലയുടെ ഉസ്താദാണ് അദ്ദേഹം. ആ നിലയിലേക്ക് ഉയർന്നു വന്നപ്പോൾ അതിൽ നിന്നുള്ളെടുക്കുന്ന അസഹിഷ്ണുതയാണ് ഈ പരാമർശങ്ങളിലേക്കും അതുപോലെ ഈ വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾക്ക് വരാൻ ഇടവരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കിയാണല്ലോ FIR ഇട്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് പോലീസാണ് തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയോ അല്ലേ ജനങ്ങളോ അല്ലല്ലോ. അവിടെ പോലീസ് അവരനുഭവിച്ച വിഷമവും വേദനയും അവിടെ നിന്ന് കലാപ ആഹ്വാനം ചെയ്തതും അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചതും ഒക്കെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പ്രതിയാവുമല്ലോ. അത് പോലീസ് അന്വേഷിച്ചിൽ അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്. അല്ലാതെ അതിനകത്ത് രാഷ്ട്രീയ നേതൃത്വം മറ്റാരും ഇടപെടേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നവകേരള യാത്ര അതിൻ്റെ സമാപനത്തിലേക്ക് അടുക്കുകയാണ്. സർക്കാർ മന്ത്രിമാരുമൊക്കെ സഞ്ചരിക്കുന്ന മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുന്നു. അതിൻ്റെ ആവേശം ഒട്ടും ചൊരാതെ തന്നെ അണികളും ഒപ്പമുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഈ നവകേരള യാത്രയുടെ തുടക്കത്തിൽ കണ്ടൊരു ആവേശം തന്നെ ഏറ്റവും ഒടുവിലും കാണാൻ കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സർക്കാർ മന്ത്രിസഭയൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വളരെ നന്ദി മിനിസ്റ്ററെ, ഈ അവസരത്തിൽ നമുക്ക്